വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ വിഷ്ണു ആണെങ്കിൽ സങ്കടപ്പെട്ട് ഒരുപാട് സത്യഭാമയോട് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ എന്നെ എന്തിനാണ് ഇങ്ങനെ വളർത്തി വലുതാക്കിയത്, മറ്റുള്ളവരുടെ മുമ്പിൽ മാനം കെടാനായിട്ട് എന്നെ എന്തിനാ ഇങ്ങനെ എന്നും പറഞ്ഞ് വിഷ്ണു ഒരുപാട് സങ്കടവും പരിഭവവും ഒക്കെ സത്യഭാമയോട് ചോദിക്കുകയാണ്. അന്നേരം നീ ഇങ്ങനെയൊന്നും പറയല്, അമ്മയോടാണ് സംസാരിക്കുന്നത്, ഈ മദ്യത്തിൻ്റെ പുറത്താണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഓർക്കുമ്പോൾ അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങളെ എതിർത്ത് ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല, അതിനു വേണ്ടി തന്നെയാണ് ഞാൻ ഈ മദ്യം ഉപയോഗിച്ചത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്താണ് ചെയ്യുക എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ആകെ മാനം കെട്ട് ഒന്നിനും കൊള്ളാതെ എന്നെക്കൊണ്ട് എന്താണ് പ്രയോജനം? എനിക്കെന്തായാലും എന്നെക്കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല, പിന്നെ മറ്റുള്ളവർക്ക് ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് എൻ്റെ ജീവിതം ഞാനങ്ങ് അവസാനിപ്പിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ദേഷ്യം വരുന്നു എന്നും പറഞ്ഞ് ആ കസേരയൊക്കെ എടുത്തെറിയുകയും കുപ്പി എടുത്തെറിയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം മോനെ അമ്മയാണ് പറയുന്നത്, അമ്മയെ സങ്കടപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ പറയുന്നത് എന്നൊക്കെ സത്യഭാമ ചോദിക്കുന്നുണ്ട്. അന്നേരം ഞാൻ കുറച്ച് ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കട്ടെ എന്നും പറഞ്ഞിട്ട് വിഷ്ണു വീണ്ടും ചോദിക്കുന്നുണ്ട്. എൻ്റെ ഇഷ്ടപ്രകാരം എന്തെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്തു തന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് സങ്കടം ഉണ്ടായാലും ഇല്ലെങ്കിലും ഞാനൊരു കാര്യം അങ്ങോട്ട് പറയുകയാണ്. ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ നിങ്ങളുടെ വയറ്റിൽ പിറക്കരുത് എന്നാണ്. നിങ്ങളുടെ വയറ്റിൽ പിറന്നത് തന്നെ എനിക്ക് ആകെ അങ്ങോട്ട് മാനക്കേടാണ്. പിന്നെ ജീവിതത്തിൽ നിങ്ങൾ എന്നെ എന്തിനാണ് എപ്പോഴും ഇങ്ങനെയൊക്കെ പിടിച്ചു വെച്ചിരുന്നത്? വിഷ്ണു 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 എന്നും പറഞ്ഞ് എപ്പോഴും അങ്ങോട്ട് പിടിച്ചു വെച്ചിരിക്കും. എന്തിനാണ് എന്നെ ഇങ്ങനെ ജനിപ്പിച്ചത് എന്നും പറഞ്ഞ് ഭാര്യയും കുട്ടികളും ഒക്കെ ഒരു മകൻ്റെ ജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ്, അങ്ങനെ സ്വതന്ത്രമാക്കി വിടണമായിരുന്നു. പക്ഷെ നിങ്ങൾ എന്താണ് ചെയ്തത്? അടക്കി പിടിച്ച് വച്ചിരുന്നു, ഒന്നിനും സമ്മതിക്കാതെ. എല്ലാവരും പറയുന്ന കേട്ടില്ലേ, നട്ടല്ലില്ലാത്തവെന്ന്. അതുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്കിങ്ങനെ മാനം കെട്ട് ജീവിക്കാനായിട്ട് സാധിക്കില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് വിഷ്ണു പുറകോട്ടുമൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്, താഴോട്ടൊക്കെ. അന്നേരം നീ ഇവിടെ നിൽക്കേണ്ട, ഇത്രയും പിന്നെ ഇങ്ങനെ ഒരു നിലയിൽ നിൽക്കേണ്ട, താഴോട്ട് വാ, നിൻ്റെ എന്താഗ്രഹം ഉണ്ടെങ്കിലും അമ്മ അങ്ങോട്ട് സാധിച്ചു തരാമെന്ന് പറയുകയാണ്. ഓ പിന്നെ അങ്ങോട്ട് സാധിച്ചു തരാം, ഇത്രയും നാൾ സാധിച്ചു തരാത്ത ആഗ്രഹമാണോ ഇനി നിങ്ങൾ അങ്ങോട്ട് സാധിച്ചു തരുന്നത്? എന്നെ ഇങ്ങനെ ആക്കിയതിൽ ഏറ്റവും വലിയ പമ്പ് നിങ്ങൾക്കാണ്, സത്യഭാമ എന്ന നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞ് പേരെടുത്തും ആക്ഷേപിച്ചും കളിയാക്കിയും ഒക്കെ തൻ്റെ ഉള്ളിലൂടെ സങ്കടം മുഴുവൻ അങ്ങോട്ട് വിഷ്ണു പറയുകയാണ്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട്, ശാലിനിയുമൊത്തുള്ളൊരു ജീവിതം അത് എന്നിൽ നിന്നും ഒരുപാട് അകലെയാണെന്ന് എനിക്കറിയാം. ഭൂമിയിലല്ലേ ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാനായിട്ട് സാധിക്കാതെയുള്ളൂ, പക്ഷേ സ്വർഗത്തിൽ മരിച്ചു ചെല്ലുമ്പോൾ ഒന്നിക്കാനായിട്ട് സാധിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതം എനിക്കിനി വേണ്ട, ആർക്കും പ്രയോജനമില്ലാത്ത ജീവിതം വേണ്ട, ഞാനങ്ങോട്ട് നശിപ്പിക്കാൻ പോവുകയാണ്, ഇല്ലാതാക്കാൻ പോവുകയാണ് എന്നൊക്കെ വിഷ്ണു ഒരുപാട് വിഷ്ണു സത്യഭാമയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. തൻ്റെ ഈ ജീവിതത്തിൽ കൊണ്ട് അമ്മ ഇങ്ങനെ പിടിച്ചു വെച്ചത് കൊണ്ടാണ്, ഒന്നും ചെയ്യാതെയും ഒന്നിനും ഇടാത്തത് കൊണ്ടാണ്, മകനാണെങ്കിൽ എതിർക്കാനും വയ്യ എന്നുള്ള രീതിക്ക് സത്യഭാമയെ കാര്യങ്ങൾ ബോധമില്ലാത്ത വിഷ്ണുവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. സത്യഭാമയ്ക്ക് ഇത് ബോധ്യപ്പെടുന്നുമുണ്ട്. തുടർന്ന് പറയുന്നുണ്ട്, എൻ്റെ അടുത്തേക്ക് വരല്ലേ, അമ്മയാണെന്നൊന്നും ഞാൻ മറന്നു, അതുകൊണ്ട് പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് മാറിപ്പോന്ന് പറഞ്ഞിട്ട് ഞാൻ ജീവിതം ഇവിടെ നിന്ന് അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞു പെട്ടെന്ന് വിഷ്ണു ആണെങ്കിൽ മുകളിൽ നിന്നും താഴേക്കങ്ങ് എടുത്ത് ചാടുന്നുണ്ട്. അന്നേരം വിഷ്ണു ഒന്നും പറഞ്ഞ് സത്യഭാമ താഴേക്ക് നോക്കുമ്പോൾ താഴെ വീണ് കിടക്കുന്ന രക്തത്തിൽ ഇങ്ങനെ കിടക്കുന്ന വിഷ്ണുവിനെ കാണുമ്പോൾ ഭാമ ഇങ്ങനെ തലതല്ലി കരയുന്ന ആ ഒരു സീൻ കാണിക്കുകയാണ്. ഇത്രയും സീൻ സത്യഭാമ സ്വപ്നം കണ്ടത് തന്നെയാണ്. പെട്ടെന്ന് ഭാമയാണെങ്കിൽ വിഷ്ണു എന്നും പറഞ്ഞങ്ങോട്ട് നിലവിളിച്ചുകൊണ്ട് ഞെട്ടി അങ്ങോട്ട് ഉണരുകയാണ്. അന്നേരം രാഘവൻ നായർ പെട്ടെന്ന് ലൈറ്റ് ഇടുന്നുണ്ട്. എന്താ ഭാമ എന്ന് ചോദിച്ചുകൊണ്ട് രാഘവൻ നായർ എണീക്കുകയാണ്. തുടർന്ന് ആകെ അങ്ങ് ടെൻഷനിലാകുന്ന സത്യഭാമ വെള്ളമൊക്കെ ഒഴിച്ച് കുടിക്കുന്നുണ്ട്. അന്നേരം എന്താ ഭാമ എന്താണെന്നിങ്ങനെ രാഘവൻ നായർ ചോദിക്കുമ്പോൾ അത് നമ്മുടെ വിഷ്ണു മോൻ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഭാമ വേറൊന്നും പറയാതെ പെട്ടെന്ന് അങ്ങ് റൂമിൽ നിന്ന് വിഷ്ണുവിൻ്റെ റൂമിലേക്ക് ഓടി പോവുകയാണ്. അന്നേരം ഇവളെന്താ ഇത് പിച്ചും പേയെന്നൊക്കെ പറഞ്ഞ് രാഘവൻ നായർ ഇരിക്കുന്നുണ്ട്. തുടർന്ന് സത്യഭാമ ഓടി വന്ന വിഷ്ണുവിൻ്റെ റൂമിൻ്റെ വാതിലങ്ങോട്ട് തുറങ്ങുമ്പോൾ വിഷ്ണു ഇങ്ങനെ ഉറങ്ങുന്ന കാണുകയാണ്. അന്നേരമാണ് സത്യഭാമയ്ക്ക് ആ വെപ്രാളവും പരവേശവും ഒക്കെ നിന്ന് ആ ശ്വാസം നേരെ വിടുന്നത്. എന്നിട്ട് ചെന്ന് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ഇരിക്കുന്നുണ്ട്, തലയിലേക്ക് ഇങ്ങനെ തലോടുന്നുണ്ട്. നീ ഇല്ലെങ്കിൽ പിന്നെ ഈ അമ്മയ്ക്ക് പിന്നെ ആരാണുള്ളത്? എൻ്റെ ശ്വാസവും ജീവനും ജീവിതവും ഒക്കെ നീയാണുള്ളത്. ഇനി നിൻ്റെ ആഗ്രഹങ്ങൾക്ക് വിലങ്ങ് തടിയായിട്ട് ഞാൻ എന്തായാലും നിൽക്കുന്നില്ല. നിൻ്റെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അമ്മ. ഇതൊരു മാപ്പ് പറച്ചിലോ ഏറ്റുപറച്ചിലോ ഒന്നും അല്ല. അമ്മയുടെ മനസ്സറിഞ്ഞുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കാണാൻ വേണ്ടി അമ്മയുടെ മനസ്സറിഞ്ഞുകൊണ്ടുള്ള സമ്മതമാണ്. നിൻ്റെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് തന്നെ അമ്മ ഇനി മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് ഒന്ന് തലയിലൊക്കെ തലോടിയിട്ട് സത്യഭാമയാണെങ്കിൽ പതുക്കെ റൂമിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. വാതിലടയ്ക്കാൻ നേരവും വിഷ്ണുവിനെ ദയനീയമായിട്ട് ഭാമ നോക്കുന്നുണ്ട്. പക്ഷെ ഭാമ വന്നിട്ട് പോയതൊന്നും വിഷ്ണു അറിയുന്നില്ല. വിഷ്ണു നല്ല ഉറക്കത്തിൽ തന്നെയാണ്.
തുടർന്ന് വിഷ്ണുവിൻ്റെ റൂമിൽ നിന്നും ഭാമ പൂജാമുറിയിലേക്കാണ് നേരെ പോകുന്നത്. എന്നിട്ടും അവിടെ തൊഴുതുകൊണ്ട് നിൽക്കുകയാണ്. എൻ്റെ വിഷ്ണുമോനെ ഒരാപത്തും വരുത്തരുത്, അവനെ കണ്ടുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്, അവനെ കണ്ടുകൊണ്ട് തന്നെ എനിക്ക് മരിക്കുകയും വേണം, നേരത്തെ കണ്ട സ്വപ്നം പോലെ ഒന്നും സംഭവിക്കാൻ ഇടവരുത്തരുത്. ശാലിനിയും വിഷ്ണുവും ഒന്നിച്ച് ജീവിക്കേണ്ടവർ തന്നെയാണ്. ചില തെറ്റിദ്ധാരണ പുറത്താണ് ഞാൻ ഈ കടുംപിടുത്തമൊക്കെ പിടിച്ചത്. പക്ഷേ ഇനി എൻ്റെ മകന് വേണ്ടി ഞാൻ ആ കടുംപിടുത്തവും ഉപേക്ഷിക്കുകയാണ്. അവൻ്റെ ആഗ്രഹങ്ങൾക്ക് ഒത്തു നിൽക്കാൻ തന്നെയാണ് ഞാൻ പോകുന്നത്. അവൻ്റെ ജീവിതം നശിപ്പിച്ചു എന്ന് അവനും തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഈ സമക്ഷം മാപ്പ് ചോദിക്കുകയാണ്. എൻ്റെ മകന് ദീർഘായുസ് കൊടുക്കണേ. ഇനി നേരത്തെ കണ്ടതുപോലുള്ള സ്വപ്നങ്ങൾ കാണാനായിട്ട് അങ്ങനെ ഒരു ചിന്തിക്കാൻ പോലുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. എനിക്ക് പ്രാർത്ഥിക്കാൻ ഇവിടം മാത്രമേ ഉള്ളൂ. എൻ്റെ മകന് ദീർഘായുസ് കൊടുക്കണേ എന്നൊക്കെ സത്യഭാമ ഇങ്ങനെ കരഞ്ഞ് മനമൊരുകി പ്രാർത്ഥിക്കുകയാണ് കൃഷ്ണ ഭഗവാന്റെ മുന്നിൽ നിന്നുകൊണ്ട്. അന്നേരം അപ്പോൾ സത്യയുടെ കാര്യത്തിലും ഇനി ഒരു കടമ്പിടുത്തമൊന്നുമില്ല. ശാലിനിയെ വിഷ്ണുവിന് വേണ്ടി കൊണ്ടുവരാം എന്നുള്ളൂ. വിഷ്ണുവിൻ്റെ ജീവന് വേണ്ടിയിട്ട് വിഷ്ണുവിന് അങ്ങനെ ചിന്തകളും തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ശാലിനിയെ കൊണ്ടുവരാം എന്നുള്ളൊരു തീരുമാനം അവിടെ സത്യഭാമ എടുക്കുകയാണ്. തുടർന്ന് പിറ്റേന്ന് രാവിലെ വിഷ്ണു ആണെങ്കിൽ മുകളിലത്തെ ബാൽക്കണിയിൽ സത്യ പറഞ്ഞ കാര്യം ആലോചിക്കുന്നുണ്ട്. അച്ഛൻ വിളിച്ചിരുന്നു, അച്ഛൻ്റെ ഫോട്ടോ അയച്ചു തന്നിരുന്നു എന്നതൊക്കെ ഓർത്തിട്ട് ഇതാരായിരിക്കും സത്യ അച്ഛൻ പറഞ്ഞ് വിളിക്കുന്നതെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ രോഹിത് അവിടേക്ക് വരുന്നുണ്ട്. എന്താ ബ്രോ ഇവിടെ വന്ന് ഒറ്റയ്ക്ക് നിൽക്കുന്നത്, വാ താഴേക്ക് പോകാമെന്ന് പറയുമ്പോൾ ഇല്ല വെറുതെ ഞാൻ ഓരോന്ന് ആലോചിച്ച് നിന്നു എന്ന് പറയുമ്പോൾ താഴെ അച്ഛൻ വിളിക്കുന്നു വാ എന്ന് വിളിക്കുമ്പോൾ രോഹിത് പൊയ്ക്കോ ഞാൻ വരാമെന്ന് പറയുകയാണ്. തുടർന്ന് രോഹിത് അങ്ങ് പോകുന്നുണ്ട്. തുടർന്ന് പിന്നാലെ വിഷ്ണുവും പോകുന്നുണ്ട്. തുടർന്ന് രാഘവൻ നായരുടെ അടുത്തേക്ക് രോഹിത്തും വിഷ്ണുവൊക്കെ വന്നിരിക്കുന്നുണ്ട്. അന്നേരമാണ് പിന്നെ രാഘവൻ നായർ പറയുന്നുണ്ട്, നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ തന്നെ പരിഹരിക്കുക തന്നെ വേണം, അല്ലാതെ ഉള്ളിൽ ഇങ്ങനെ അഗ്നിപർവ്വതം പോലെ കൊണ്ട് നടത്തിയിട്ട് കാര്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്യഭാമ പുറത്തുനിന്ന് വരികയാണ്. കാറിൽ ഇങ്ങനെ വന്നിറങ്ങിയിട്ടുണ്ട്. കയ്യിൽ കുറേ തുണി പാക്കറ്റൊക്കെ ഉണ്ട്. അന്നേരം ഭാമ വരുമ്പോൾ രോഹിത്തും വിഷ്ണുവും അങ്ങോട്ട് എഴുന്നേറ്റ് മാറിയിരിക്കുന്നുണ്ട്. തുടർന്ന് പിന്നെ സത്യഭാമയാണെങ്കിൽ ആ കവറ് ഭയങ്കര സന്തോഷത്തിലാണ് ഭാമ വരുന്നത്. എന്നിട്ടാണെങ്കിൽ ശ്യാമയെ വിളിക്കാൻ പറയുകയാണ് രോഹിത്തിനോട്. അന്നേരം എന്താ സത്യാമ്മ ചോദിക്കുമ്പോൾ നീ വിളിക്കുകയെന്ന് പറയുകയാണ്. അന്നേരം ഞാൻ ഇവിടെ ഉണ്ട് സത്യാമ്മ എന്ന് പറഞ്ഞ് ശ്യാമ വരുന്നുണ്ട്. പിന്നാലെ പൊന്നിയും വരുന്നുണ്ട്. തുടർന്നാണെങ്കിൽ ഞാൻ കുറച്ച് എല്ലാവർക്കും ഉള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ശ്യാമയുടെ കയ്യിലേക്ക് 2 പാക്കറ്റ് കൊടുക്കുന്നുണ്ട്. ഇത് നിനക്കും രോഹിത്തിനും പപ്പിമോൾക്കുള്ളതാണെന്ന് പറയുന്നുണ്ട്. തുടർന്ന് ഇത് രാഘവേട്ടനുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് രാഘവൻ നായർക്കും കൊടുക്കുന്നുണ്ട്. ഇത് വിഷ്ണുവിന് എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിന് നീട്ടുമ്പോൾ വിഷ്ണു ഇഷ്ടമില്ലാതെ സത്യഭാമയെ നോക്കാതെ അങ്ങോട്ട് വാങ്ങിച്ചു വെക്കുന്നുണ്ട്. തുടർന്ന് പൊന്നിക്ക് കൊടുത്തിട്ട് ഇത് പൊന്നിക്കും പിള്ളയ്ക്കും ഉണ്ട് എന്ന് പറയുകയാണ്. അന്നേരം ഇതെന്താ ഭാമയെ കാര്യമായിട്ടുണ്ടല്ലോ, എന്താ വിശേഷിച്ച് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പിന്നെ രോഹിത്തിനും ചോദിക്കുകയാണ്, എന്താ രോഹിത്തെ നീ മറന്നുപോയോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം എന്താ സത്യാമ്മയെന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ നാളെ നിങ്ങളുടെ വിവാഹ വാർഷികമാണ് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം വിഷ്ണു ഒന്ന് ചിരിക്കുന്നുണ്ട്. രാഘവൻ നായർക്കും ഒക്കെ ഇങ്ങനെ സന്തോഷമാകുന്നുണ്ട്. അന്നേരം നീ മറന്നുപോയോ ശ്യാമയും ചോദിക്കുമ്പോൾ അത് മറന്നുപോയല്ലോ സത്യാമ്മയെ, കഴിഞ്ഞ വർഷം വരെ നമ്മളിതൊന്നും ആഘോഷിച്ചിട്ടില്ലല്ലോ, പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യം അങ്ങനെ അല്ലല്ലോ എന്നിങ്ങനെ ശ്യാമ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അന്നേരം രാഘവൻ നായർ പറയുകയാണ്, 1 വർഷം ഭാര്യയും ഭർത്താവും കൂടി ഒന്നിച്ച് ജീവിക്കുന്നത് തന്നെ ഇക്കാലത്ത് അങ്ങനെ അപൂർവമാണ്. പിന്നെ ഓരോ വർഷവും ഇതിങ്ങനെ ആഘോഷിക്കുമ്പോൾ ഞങ്ങൾ 1 വർഷം കൂടി മുന്നോട്ട് ഇങ്ങനെ ഒരുമിച്ച് ജീവിച്ചല്ലോ എന്ന് ആളുകളെ അറിയിക്കാനും കൂടി ആഘോഷിക്കുന്നത് നല്ലത് തന്നെയാണ് എന്നിങ്ങനെ രാഘവൻ നായർ പറയുകയാണ്. തുടർന്ന് സത്യഭാമ പറയുന്നുണ്ട്, പക്ഷേ ഈ വർഷം ഇത് ആഘോഷിക്കുന്നതിന് വേറൊരു കാരണം കൂടിയുണ്ട്. ഈ ആഘോഷത്തിന് വിഷ്ണുവിനൊപ്പം ശാലിനിയും ഉണ്ടാകും എന്നിങ്ങനെ പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ സത്യഭാമയെ തന്നെ നോക്കുകയാണ്. അന്നേരം വിഷ്ണുവും ശാലിനിയും അകന്ന് കഴിയേണ്ടവരല്ല, എൻ്റെ കടുംപിടുത്തങ്ങൾക്കൊക്കെ കാലപ്പഴക്കം വന്നു എന്ന് എനിക്ക് തന്നെ ബോധ്യമായിരിക്കുകയാണ്. അതുകൊണ്ട് സത്യഭാമ തന്നെ തിരുത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം നീ ഇത് ആത്മാർത്ഥമായിട്ട് തന്നെ ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാണോ രാഘവൻ നായർ ചോദിക്കുമ്പോൾ അതെ, ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാണ്. ഞാൻ എന്നെ തന്നെ തിരുത്തുന്നതാണ്. എൻ്റെ വിഷ്ണുവിന് വേണ്ടിയിട്ട് ശാലിനിയും അവൻ്റെ കൂടെ തന്നെ ഉണ്ടാകണം, ഒന്നിച്ച് അവർ ജീവിക്കട്ടെ എന്നിങ്ങനെ പറയുമ്പോൾ ഇതറിയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് പിന്നെ ശാലിനി കുഞ്ഞേച്ചി ആയിരിക്കും എന്നിങ്ങനെ ശ്യാമ പറയുന്നുണ്ട്. രാഘവൻ നായരും പറയുന്നുണ്ട്, നീ ഇത് മനസ്സിൽ തട്ടി പറയുന്നതാണെങ്കിൽ ഈ വീട് ഇനിയൊരു സ്വർഗ്ഗമാണ്, സ്വർഗം എന്നിങ്ങനെ പറയുമ്പോൾ അത് ശരിവയ്ക്കുന്നുണ്ട്. രോഹിതും ശരിവയ്ക്കുകയാണ്. ഈ വീട്ടിൽ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും അത് പങ്കെടുക്കാനായിട്ട് ശാലിനിക്കായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം പൊന്നിക്കൊക്കെ സന്തോഷമാണ്. പക്ഷേ വിഷ്ണു ആണെങ്കിൽ ആകെ ഇങ്ങനെ ഒരു കൺഫ്യൂഷനിലും ആ ഒരു സന്തോഷം പ്രകടിപ്പിക്കാനും ആകാതെ എന്തോ ഒരു ഷോക്ക് എന്ന പോലെ വിഷ്ണു ഇങ്ങനെ നിൽക്കുകയാണ്. അന്നേരം സത്യഭാമ ചോദിക്കുകയാണ്, എന്താ വിഷ്ണു നിനക്ക് സന്തോഷമായില്ലേന്ന് ചോദിക്കുമ്പോൾ അമ്മ ഇത് മനസ്സിൽ തട്ടിയെടുത്ത തീരുമാനം അംഗീകരിച്ചുള്ള തീരുമാനം തന്നെയാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നിനക്ക് ഇത് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഉൾക്കൊള്ളാനാവില്ല എന്ന് എനിക്കറിയാം, പക്ഷേ ഇത് ഞാൻ ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാണ്. ഇനി നിന്നോടൊപ്പം ഈ വീട്ടിൽ ശാലിനിയും ഉണ്ടാകും, അതിന് ഞാൻ എതിര് നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് ശ്യാമയോട് പറയുന്നുണ്ട്, ശാലിനിയെ വിളിക്കാനുള്ള ഉത്തരവാദിത്വം ഞാൻ നിന്നെ വിളിക്കുകയാണ്, നിനക്ക് ഫോൺ വിളിക്കുകയോ പോയി വിളിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യുക, അത് നിന്നെ ഏൽപ്പിക്കുകയാണ് എന്നിങ്ങനെ സത്യഭാമ ശ്യാമയോട് പറയുന്നുണ്ട്.
അന്നേരം രാഘവൻ നായർ ചോദിക്കുകയാണ്, അതെന്ത് വർത്തമാനമാണ് ഭാമേ, പിന്നെ ശ്യാമയാണോ പോയി വിളിക്കേണ്ടത്, അല്ലെങ്കിൽ അവളുടെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് അവൾ പോയി വിളിക്കുന്നത് മോശമല്ലേ എന്നിങ്ങനെ വീട്ടിലെ മൂത്തവരല്ലേ ഇതൊക്കെ ക്ഷണിക്കേണ്ടത് എന്നിങ്ങനെ രോഹിത്തും പറയുന്നുണ്ട് രാഘവൻ നായരോടൊപ്പം. അപ്പോൾ ഭാമ ചോദിക്കുകയാണ്, അപ്പോൾ നിങ്ങളെല്ലാവരും പറയുന്നത് ഞാൻ പോയി വിളിക്കണമെന്നാണോ? അന്നേരം പിന്നല്ലാതെ രാഘവൻ നായർ പറയുകയാണ്, പിന്നല്ലാതെ നീ അല്ലേ വെഡിങ് ആനിവേഴ്സറി പിന്നെ ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചത്, അപ്പോൾ നീ തന്നെ പോയി വിളിക്കണം, അതല്ലേ അതിൻ്റെ ഒരു രീതി എന്ന് പറയുമ്പോൾ പിന്നെ എന്താ വിഷ്ണു നീ എന്താ പറയുന്നത് എന്നിങ്ങനെ ഭാമ ചോദിക്കുമ്പോൾ, അതെ ഇവരെല്ലാവരും പറയുന്നത് ശരിയല്ലേ അമ്മ പോയി വിളിച്ചാൽ പിന്നെ ശാലിനിക്ക് എതിർത്തൊന്നും പറയാനാകില്ല എന്ന് പറയുമ്പോൾ, ഞാൻ ഒരിക്കലും വിളിക്കാനായിട്ട് പോയതല്ലേ മോനെ എന്ന് വീണ്ടും വിളിക്കാൻ ചെല്ലുമ്പോൾ എന്നിങ്ങനെ ഭാമ ഒരു സന്ദേഹം പോലെ പറയുക. അന്നേരം അതൊന്നും ഒരു കുഴപ്പമില്ല, നീ പോയി വിളിച്ചാൽ മതി, അവൾ വരും എന്നിങ്ങനെ രാഘവൻ നായരും പറയുമ്പോൾ, എല്ലാവരും ഒരേ അഭിപ്രായമാണെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ പോയി വിളിക്കാം, പക്ഷേ ഞാൻ പോയി വിളിക്കുമ്പോൾ അതൊരു വലിയ ചടങ്ങായിട്ട് ഞാൻ പോയി വിളിക്കത്തുള്ളൂ, ശാരദാമ്മയെ ശാലിനിയെ ഞെട്ടിപ്പിക്കുന്ന ഒരു ചടങ്ങ് എന്നിങ്ങനെ ഭാമ പറയുന്നതാണ്. ഭാമയും സന്തോഷത്തിൽ, എല്ലാവരും സന്തോഷത്തിൽ തന്നെയാണ്, മനസ്സറിഞ്ഞ് തന്നെയാണ് സത്യഭാമ അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അന്നേരം വിഷ്ണുവിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട്, വിഷ്ണു കണ്ണീരൊക്കെ തുടയ്ക്കുന്നുണ്ട്, എന്നാലും ആ സന്തോഷം കൊണ്ടുള്ള ഒരു കണ്ണീരാണ് വിഷ്ണുവിൻ്റെ മുഖത്തുള്ളത്. തുടർന്ന് സത്യഭാമയും വിഷ്ണുവും കൂടി കുടുംബശ്രീ വീട്ടിലേക്ക് എത്തുകയാണ്. അന്നേരം വിഷ്ണു ആണെങ്കിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അകത്തേക്ക് കയറുന്നില്ല. അന്നേരം എന്താ നീ വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല അമ്മ പോയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നാൽ മതി, ഞാനിവിടെ നിന്നോളാം എന്ന് പറയുകയാണ്. അന്നേരം എങ്കിൽ ശരിയെന്ന് പറഞ്ഞ് സത്യഭാമ നടക്കാൻ തുടങ്ങുമ്പോൾ, പിന്നെ അമ്മ പോയിട്ട് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പറയണേ എന്നിങ്ങനെ ഒരു വിഷ്ണു പറയുമ്പോൾ എന്ന് പറഞ്ഞിട്ട് സത്യഭാമ അകത്തേക്ക് കയറുന്നുണ്ട്. വിഷ്ണു വെളിയിൽ തന്നെ നിൽക്കുകയാണ്, കാറിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അന്നേരം ഭാമ അങ്ങോട്ട് ഉമ്മറത്തേക്ക് കയറുമ്പോൾ തന്നെ ശാലിനിയാണെങ്കിൽ ഹാളിലേക്ക് ഇറങ്ങി വരികയാണ്. സത്യഭാമയെ കണ്ട ശാലിനിയാണെങ്കിൽ ആകെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. ഭാമയും ഒരു സങ്കോചം എന്ന പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. തുടർന്ന് അമ്മയെന്നിങ്ങനെ ശാരദാമ്മയെ കിടന്ന് ശാലിനി വിളിക്കുകയാണ്. അന്നേരം അതാ വരുന്നു എന്നിങ്ങനെ ശാരദാമ്മ പറഞ്ഞിട്ട് ഇങ്ങനെ അകത്തേക്ക് വരാൻ തുടങ്ങുന്നു. ശാരദാമ്മയെ കാണിക്കുന്നില്ല. തുടർന്നും ആകെ ഒരു അന്തം വിട്ട് ടെൻഷനിൽ എന്തോ കണ്ടൊരു വെപ്രാളത്തിലൊക്കെയാണ് ഇങ്ങനെ ശാലിനി നിൽക്കുന്നത്. സത്യഭാമയും ആകെ ഒരു സംശയം എന്ന പോലെ നിൽക്കുന്നു. ഇത്രയുമാണ് എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ ഇനി എന്തായാലും സത്യഭാമ ശാലിനിയെ നേരിട്ട് ക്ഷണിക്കുക തന്നെ ചെയ്യും വീട്ടിലേക്ക് വരാനായിട്ട്. പിന്നെ അന്നാണ് സിന്ദൂരമൊക്കെ തൊട്ട് കൊടുത്ത് ക്ഷണിക്കുന്ന ഒരു ചടങ്ങ് പോലെ തന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഇനിയാണ് അടുത്ത വെഡിങ് ആനിവേഴ്സറിക്ക് ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെ, സുസ്മിത എത്തുന്നതും പിന്നീട് ശാലിനി അവിടെ പോകുന്നതും ഒക്കെ സംഭവങ്ങൾ. എന്തായാലും സത്യഭാമയുടെ മനസ്സ് മാറിയിട്ടുണ്ട്. ഇനി അത് ഇതേപോലെ തന്നെ നിലനിൽക്കുകയും ചെയ്യും കുറച്ച് നാളത്തേക്ക്. ഇനി ശാലിനിയുടെ ഭാഗത്തു നിന്നും വേറൊരു വീഴ്ചയും ഉണ്ടാകാതിരിക്കുന്നത് വരെ സത്യഭാമ ഈ ഒരു ലെവലിൽ തന്നെ പോകും. ഓക്കെ, താങ്ക് യു.